ഹലോ സ്റ്റുഡൻസ്, പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് നമുക്ക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം സൈഡ് ആണ് പ്രൂവിംഗ് ഓഫ് അക്കൗണ്ട് ഇക്വേഷൻ. അക്കൗണ്ട് ഇക്വേഷൻ നമുക്കറിയാം, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ നമുക്ക് ഏത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? പർച്ചേസ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാഷ് ആയിക്കോട്ടെ, പർച്ചേസ്ഡ് ഫർണിച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ആയിക്കോട്ടെ, കമ്മീഷൻ പെയ്ഡ്, റെന്റ് പെയ്ഡ്, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അക്കൗണ്ട് ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ചില ട്രാൻസാക്ഷൻ നമ്മളെ കൺഫ്യൂഷൻ ആക്കാറുണ്ട്. അത്തരം ട്രാൻസാക്ഷൻ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 ട്രാൻസാക്ഷൻ പരിചയപ്പെടാൻ പോവുകയാണ്. അതായത് നമ്മളൊരു ഗുഡ്സ് സെയിൽസ് നടത്തുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവുന്നു. ഈ രീതിയിൽ ട്രാൻസാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട് ഇക്വേഷൻ നമുക്ക് ആ ഒരു പ്രൂവിംഗിൽ നമുക്ക് എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക? ആ ട്രാൻസാക്ഷൻ ഇതൊക്കെയാണ്. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹20,000 ഫോർ ക്യാഷ് ₹26,000. ഇവിടെ ക്യാഷ് സെയിൽസ് ആണ്. നമ്മുടെ കയ്യിലുള്ള ₹20,000 ഗുഡ്സ് എടുത്തിട്ട് ₹26,000 നമ്മൾ സെയിൽസ് നടത്തുന്നു. ആ സെയിൽസ് നമുക്ക് മനസ്സിലായി ₹20,000 മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ. ₹26,000 ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ₹6,000 നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ആ പ്രോഫിറ്റ് കൂടി ഉണ്ടാകുന്ന സമയത്ത് 3 എമൗണ്ടുകൾ നമ്മൾ അക്കൗണ്ട് ഇക്വേഷനിൽ റിഫ്ലക്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ട്രാൻസാക്ഷന്റെ പേര് നമ്മൾ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ എഫക്ട് ആണ്? സാർ ഇവിടെ കുറച്ച് ഹെഡിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഇത് എഫക്ട് ആവുന്നത്? ഒന്നാമത്തെ ക്യാഷിന് എഫക്ട് ആവുന്നു. ക്യാഷിലേക്ക് ₹26,000 വരുന്നു അല്ലെ? ക്യാഷിലേക്ക് ₹26,000 നമുക്ക് വരുന്നു. പക്ഷേ സ്റ്റോക്കിൽ നിന്ന് എത്ര മൈനസ് ആവണം? ₹20,000 സ്റ്റോക്കിൽ നിന്ന് മൈനസ് ആവണം. കാരണം സ്റ്റോക്ക് ഓൾറെഡി ഉണ്ടാവും നമ്മുടെ അക്കൗണ്ടിനകത്ത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് ₹20,000 സ്റ്റോക്ക് മൈനസ് ചെയ്യണം. ഡെപ്റ്റേഴ്സിന് നോ എഫക്ട് ആണ്. ക്യാപിറ്റലിലേക്ക് നമുക്കൊരു ₹6,000 ആഡ് ആവുന്നു. അതായത് പ്രോഫിറ്റ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഈ 3 എമൗണ്ട്, അതായത് ₹6,000 നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ദാറ്റ് പ്രോഫിറ്റ് വി ആർ റെക്കോർഡിംഗ് ടു അക്കൗണ്ട് ഇക്വേഷൻ ടേബിൾ. ആ ടേബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യുന്നു. സോ 26,000 ക്യാഷ് വരുന്നു, ₹20,000 സ്റ്റോക്ക് മൈനസ് ആവുന്നു, then ₹6,000 ക്യാപിറ്റലിലേക്ക് ആഡ് ആവുന്നു. Then what is the next one? സോൾഡ് ഗുഡ്സ് കോസ്റ്റ് ₹6,000. 6,000 കോസ്റ്റ് വരുന്ന ഗുഡ്സ് നമ്മൾ സെയിൽസ് നടത്തുന്നു. ആ സെയിൽസ് നടക്കുന്നത് ക്രെഡിറ്റിനാണ്, ക്രെഡിറ്റ് സെയിൽസ്. തൊട്ട് മുകളിലത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് സെയിൽസ് ആയിരുന്നു. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ₹8,000. ഹിയർ ഓൾസോ പ്രോഫിറ്റ്. നമുക്കറിയാം ₹8,000 നമ്മൾ സെയിൽസ് നടത്തുന്നുണ്ടെങ്കിൽ ₹2,000 നമുക്ക് എന്ത് വരും? പ്രോഫിറ്റ് വരും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്യാഷ് റിസീവ് ചെയ്യുന്നില്ല, പകരം നമ്മൾ ഡെപ്റ്റർ വരുന്നു അല്ലെ? ഒരു ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ ഒരു ഡെപ്റ്റർ വരുന്നു. ഡെപ്റ്ററുടെ പേര് പറയുന്നില്ല. സോ വി ആർ റെക്കോർഡിംഗ് അനദർ അസറ്റ്. ക്യാഷിന് മറ്റൊരു അസറ്റ് വരുന്നു, ദാറ്റ് ഈസ് ഡെപ്റ്റർ. ഈ ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം? സോ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാഷിന് നമുക്ക് എഫക്ട് ഒന്നും വരുന്നില്ല. സ്റ്റോക്ക് നമുക്ക് വീണ്ടും മൈനസ് ആവും. ₹6,000 സ്റ്റോക്ക് നമുക്ക് റെഡ്യൂസ് ആവും. ബട്ട് എമൗണ്ട് ₹8,000 ഡെപ്റ്ററുടെ കയ്യിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ₹2,000 പ്രോഫിറ്റ് വീണ്ടും ക്യാപിറ്റലിലേക്ക് ആഡ് ആവുന്നു. സോ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ കൂടി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ അക്കൗണ്ട് ഇക്വേഷൻ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കൂ. കാരണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ സെയിൽസിന്റെ ട്രാൻസാക്ഷൻ അക്കൗണ്ട് ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഓൾ ദ ബെസ്റ്റ്.